തകർപ്പൻ ജയത്തോടെ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് നിലനിർത്തിയിരിക്കുന്നു ടീം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തകർത്താണ് കിരീട നേട്ടം. 83 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ വളരെ പെട്ടെന്ന് മറികടക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് നൽകും അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ. അനിൽ, വീണ്ടും ഇന്ത്യ കരുത്ത് തെളിയിക്കുന്നു. അങ്ങനെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് എന്ന രീതിയിലുള്ള ടൈറ്റിൽ മാറ്റുന്നു. ഇപ്പോൾ പുതിയ ചാമ്പ്യന്മാരായി ഇന്ത്യ വീണ്ടും വാഴുകയാണ്. എങ്ങനെയാണ് കളി വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും അതിഗംഭീര പ്രകടനത്തോടെ അപരാജിതരായിട്ടാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയിരിക്കുന്നത്. ഇത് അണ്ടർ-19 വേൾഡ് കപ്പിന്റെ 2020 ഫോർമാറ്റിലുള്ള സെക്കൻഡ് എഡീഷനാണ്. ആ 2 എഡീഷനിലും ഇന്ത്യയാണ് ജേതാക്കളായിരിക്കുന്നത്. ഇത്തവണ ഇന്ത്യ എല്ലാ മത്സരങ്ങളിലും ആധികാരികമായിട്ടാണ് ജയിച്ചത്. ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ ജയത്തോട് തുടങ്ങിയ ഇന്ത്യ അവസാനിപ്പിക്കുന്നതും മറ്റൊരു 9 വിക്കറ്റ് ജയത്തോടുകൂടിയാണ്. ഇന്ന് ദക്ഷിണാഫ്രിക്കയെ വെറും 82 റൺസിന് ഇന്ത്യ എറിഞ്ഞിട്ടു. പിന്നാലെ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴും അതിവേഗം സ്കോർ ചെയ്തുകൊണ്ട് വെറും 11.2 ഓവറിലാണ് ഇന്ത്യ വിജയലക്ഷ്യം അടിച്ചെടുത്തത്. ഇതിന് ഇന്ത്യയെ സഹായിച്ചത് ജി തൃഷയുടെ തകർപ്പൻ പ്രകടനമാണ്, ഓൾറൗണ്ട് പ്രകടനമാണ്. പന്തെടുത്തപ്പോൾ ആദ്യം 3 വിക്കറ്റ് വീഴ്ത്തിയ തൃഷ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ പുറത്താകാതെ 44 റൺസ് എടുക്കുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറും തൃഷയാണ്. 300 റൺസിന് മുകളിലാണ് തൃഷ കണ്ടെത്തിയത്. ഒപ്പം തന്നെ പന്ത് കൊണ്ടുള്ള പ്രകടനങ്ങളും നിർണായകമാണ്. മറ്റൊരു സന്തോഷിപ്പിക്കുന്ന കാര്യം, കേരളത്തിന് സന്തോഷമുള്ള കാരണം ഈ ടീമിന്റെ ഭാഗമായി മലയാളി താരം വയനാട്ടുകാരി VJ ജോഷിതയും ഉണ്ടെന്നുള്ളതാണ്. ഫൈനലിലടക്കം ജോഷിത കളിച്ചിരുന്നു. ഈ ടൂർണമെന്റിലാകെ 6 വിക്കറ്റ് വീഴ്ത്തി ജോഷിതയും ഈ അഭിമാന നേട്ടത്തിന്റെ ഭാഗമാണ്. ഇന്ത്യക്ക് എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വിജയം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ കരുത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി ശോഭനമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് നമ്മുടെ പെൺതാരങ്ങളും കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, നേരത്തെ ഇതേ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ പുരുഷ ക്രിക്കറ്റിലെ 2020 കിരീടം നേടിയത്. അതിന് സമാനമായ ഒരു ജയത്തിലൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മികച്ച വിജയത്തിലൂടെ ദക്ഷിണാഫ്രിക്കയെ തന്നെ തോൽപ്പിച്ച വനിതാ ക്രിക്കറ്റിലും വനിതാ അണ്ടർ-19 വിഭാഗത്തിലും ഇന്ത്യ ജേതാക്കളായിരിക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാർ എന്ന ടൈറ്റിലിനപ്പുറത്ത് ആ ഒരു കിരീട നേട്ടം ആവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ കാര്യം. ഏറ്റവും മികച്ച പ്രകടനം ടൂർണമെന്റിലുടനീളം കമാലിനിയാകട്ടെ, ഒപ്പം തന്നെ തൃഷയാകട്ടെ, ബൗളിങ്ങിലേക്ക് വരുന്ന പാരുണികയാവട്ടെ, വൈശാലി ശർമ്മയാവട്ടെ, വൈഷ്ണവി ശർമ്മയാവട്ടെ, ഇങ്ങനെ ഒരു ഓൾറൗണ്ട് പ്രകടനം അല്ലെങ്കിൽ ടീമിലെ ഓരോരുത്തരുടെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയുടെ ഭാവി ശോഭനമാണ് എന്ന് തന്നെയാണ് ഈ പേരുകളിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. വിജയമുഹൂർത്തം അത് ടി-വിയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ജോഷിതയുടെ കുടുംബാംഗങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ? തീർച്ചയായും വയനാട്ടിലെ ജോഷിതയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇന്ന് രാവിലെ 24 സംഘം അവിടെ എത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ടീം വിജയിക്കട്ടെ അല്ലെങ്കിൽ ടീമിന് ഏറ്റവും മികച്ച പ്രകടനം നടത്തട്ടെ, ജോഷിത മികച്ച പ്രകടനം നടത്തട്ടെ എന്നാണ് അമ്മയും സഹോദരിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വയനാട്ടിൽ നിന്ന് വീണ്ടും അഭിമാന താരങ്ങൾ ഉണ്ടാകുന്നു. മിന്നുമണി ഉണ്ടായി, അതിനുശേഷം സജിനെ വന്നു. ഈ 2 താരങ്ങളും ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ സ്റ്റേജിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ ജോഷിത കൂടി വരുന്നത്. എന്തായാലും വൈകാതെ ജോഷിതയെ കൂടി നമുക്ക് ഇന്ത്യയുടെ മെയിൻ ടീമിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. IPL-ലും റോയൽ ചലഞ്ചേഴ്സ് ടീമിലേക്ക് ക്ഷണം കിട്ടിയതാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ജോഷിത. വരുന്ന ടൂർണമെന്റിൽ കൂടി ജോഷിതയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ എന്തായാലും ജോഷിത ഇന്ത്യൻ മെയിൻ ടീമിൽ ഇന്ത്യയുടെ പ്രധാന ടീമിലേക്കും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്ക് വരുംകാല ടീമുകളിലേക്ക് ഉറപ്പുവെക്കാൻ പ്രത്യേകിച്ച് തൃഷയെ പോലെ, കമാലിനിയെ പോലുള്ള വലിയ വലിയ താരങ്ങളുണ്ട്, വൈഷ്ണവിയെ പോലുള്ള വലിയ വലിയ താരങ്ങളുണ്ട് എന്നുള്ളതും സന്തോഷം നൽകുന്ന കാരണം. എന്തായാലും കുട്ടി ക്രിക്കറ്റിലെ പുരുഷന്മാരുടെ കിരീട നേട്ടത്തിനൊപ്പം തന്നെ ഇപ്പോൾ വനിതാ ക്രിക്കറ്റിലെ അണ്ടർ-19 വിഭാഗത്തിലും ഇന്ത്യ അങ്ങനെ ജേതാക്കളായിരിക്കുകയാണ്. പ്രജിത്, ഇന്ത്യൻ കൊടി ഉയർന്നു പാറുന്നു. വീണ്ടും മറ്റൊരു കിരീട നേട്ടം അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു ഇന്ത്യൻ പെൺകുട്ടികൾക്ക്. നിലവിൽ അണ്ടർ-19 വനിതാ കിരീടം അത് ഇന്ത്യ സ്വന്തമാക്കുന്നു. അതിൽ മലയാളി തിളക്കമുണ്ട് എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.